പ്രിയമുള്ളവരെ, തന്റെ ഏകജാതയെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദിവ്യദൂതുമായി ഭൂമിയിൽ അവതരിച്ച ക്രിസ്തുവിന്റെ ജനന തിരുനാളിന് നാം ഒരിക്കൽ കൂടി സാക്ഷിയാക്കുകയാണ്. ലോകൈകനാഥനായിരുന്നിട്ടും സ്വയം ശൂന്യനായി തന്നെ തന്നെ മറന്ന് ഒരുവനായി നമ്മളുടെ ഈശോ അവതരിച്ച പുണ്യദിനമാണ് ക്രിസ്തുമസ്. കൊച്ചു രാന്തൽ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ കാലിക്കോട്ടിൽ വെള്ളക്കച്ചികളാൽ പൊതിയപ്പെട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ഉണ്ണീശോ നമ്മെ പലതും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവം തന്നെ വിനീതനായി താണിറങ്ങുമെന്ന് മനുഷ്യരൂപമെടുത്ത് നമ്മിൽ ഒരുവനായ മഹാസംഭവം, സൃഷ്ടിയായി സ്വയം ചെറുതായതിന്റെ വലിപ്പം, ശിരസ് നമിച്ച് അനുസരണം, ഹൃദയസമർപ്പണമാക്കിയതിന് മഹത്വം, ഇതൊക്കെയാണ് ക്രിസ്തുമസ് നമ്മിൽ ഓർമ്മപ്പെടുത്തുന്നത്. ലോകത്തിൽ 1000 പുൽക്കൂടുകളിൽ ഉണ്ണീശോ ജനിച്ചാലും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അങ്ങ് ജനിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? നമ്മുടെ ചുറ്റുപാടിൽ സഹായവും പരിഗണനയും ശുശ്രൂഷയും അർഹിക്കുന്ന നിരവധി ദരിദ്രരും രോഗികളും പുറന്തള്ളപ്പെടുന്നവരുമുള്ളപ്പോൾ അവരെ സഹായിക്കുവാനായി ക്രിസ്തുവിന്റെ ആർദ്ര സ്നേഹം നമ്മെ ക്ഷണിക്കുകയാണ്. അനുദിന ജീവിതത്തിൽ ഇത്തരം സൽക്കർമ്മങ്ങളിൽ നിരതരാകുമ്പോൾ ക്രിസ്തുവിന്റെ രാജ്യവും അവിടുത്തെ നീതിയും ഇവിടെ പുലരും. അങ്ങനെ നന്മ നിറഞ്ഞൊരു ലോകവും നന്മ നിറഞ്ഞൊരു സമൂഹവും ഇവിടെ ഉയർന്നു വരുവാൻ എൻ്റെതായ പങ്കുവഹിക്കുമ്പോൾ ക്രിസ്തുമസ് എന്നിൽ പുഷ്പിക്കുകയാണ്. അതെ പ്രിയമുള്ളവരെ, പൊന്നുണ്ണയെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന ഈ കാത്തിരിപ്പ് നാളുകളിൽ നമ്മിൽ നിറയുന്ന ദൈവകൃപ അനുഭവിക്കുവാനും അയൽക്കാരൻ്റെ ആത്മാവിൽ തെളിയുന്ന ആത്മരൂപം ദർശിക്കുവാനുമുള്ള കഴിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാതെ എത്ര കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാലും ഉണ്ണിയേശുവിനെ പിറക്കാൻ ത്യാഗപൂർവ്വം മനോഹരമായ ശബ്ദങ്ങൾ പണിതുയർത്തിയാലും ഉണ്ണി അവിടെ പിറക്കില്ല എന്ന സത്യം നമുക്ക് തിരിച്ചറിവാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉണ്ണീശോ പിറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് മിഷൻ ലീഗ്.